GCC രാജ്യങ്ങൾ തമ്മിലുള്ള മൂന്നാമത് ബീച്ച് ഗെയിംസിന് മസ്കറ്റിൽ തുടക്കമായി. GCC രാജ്യങ്ങൾക്കിടയിൽ കായിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ബീച്ച് ഗെയിംസ് നടത്തിവരുന്നത്. മൂന്നാമത് ഗൾഫ് സഹകരണ കൗൺസിൽ ബീച്ച് ഗെയിംസിന് ഒമാനി തലസ്ഥാനമായ മസ്കറ്റിൽ തുടക്കമായി. കുവൈറ്റിനെ പ്രതിനിധീകരിച്ച് 65 അത്ലറ്റുകൾ ഗെയിംസിൽ പങ്കെടുക്കുന്നുണ്ട്. ബീച്ച് സോക്കർ, ബീച്ച് വോളിബോൾ, സെയിലിംഗ്, പാരാഗ്ലൈഡിംഗ്, അത്ലറ്റിക്സ്, കുതിരസവാരി എന്നിങ്ങനെ 6 മത്സരങ്ങളിലാണ് കുവൈത്ത് പങ്കെടുക്കുന്നത്. ബീച്ച് ഹാൻഡ്ബോൾ, ദീർഘദൂര നീന്തൽ എന്നിവ ഉൾപ്പെടെ 8 ഇനങ്ങളാണ് ടൂർണമെന്റിൽ ഉൾപ്പെടുന്നത്. ഏപ്രിൽ 5 മുതൽ 11 വരെ നടക്കുന്ന ഗെയിംസിൽ ബഹ്റൈൻ, കുവൈത്ത്, ഖത്തർ, സൗദി അറേബ്യ, UAE, ഒമാൻ എന്നീ 6 രാജ്യങ്ങളിൽ നിന്നായി അംഗങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ശനിയാഴ്ച ആരംഭിച്ച പാരാഗ്ലൈഡിംഗ് മത്സരത്തിൽ കുവൈറ്റിന്റെ ഇബ്രാഹിം അൽ റഷൂദ്, അഹമ്മദ് അൽ മാസ്, മുഹമ്മദ് അൽ ദസാരി, തലാൽ അൽ മുത്തവ എന്നിവർ പങ്കാളികളായി. 2 ദിവസങ്ങളായി 6 റൗണ്ടുകളിലായാണ് മത്സരം. തിങ്കളാഴ്ച 3 റൗണ്ടുകൾ നടക്കും. GCC രാജ്യങ്ങൾക്കിടയിൽ കായിക സഹകരണം വർദ്ധിപ്പിക്കുക, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളിൽ ഗൾഫ് അത്ലറ്റുകളുടെ സാന്നിധ്യം ഉറപ്പാക്കുക, കായിക പ്രവർത്തനങ്ങളുടെ ഐക്യവും കായിക സംയോജനവും വളർത്തിയെടുക്കുക എന്നിവയാണ് ബീച്ച് ഗെയിംസിന്റെ ലക്ഷ്യം. ബീച്ച് ഗെയിംസിൽ കുവൈറ്റ് കായിക താരങ്ങളുടെ മികച്ച പ്രകടനം രാജ്യം പ്രതീക്ഷിക്കുന്നു. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ്, വെങ്ങര.